അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യനായ അധ്യക്ഷൻ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത KC വേണുഗോപാൽ MP, വേദിയിലുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സവിശേഷമായ ഒരു സാഹചര്യത്തിലാണ് കരുനാഗപ്പള്ളിയുടെ പ്രബുദ്ധമായ സ്വഭാവത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് താലൂക്ക് അടിസ്ഥാനത്തിൽ ഒരു ജനകീയ കൂട്ടായ്മക്ക് ബഹുമാന്യരായ സംഘാടകർ രൂപം നൽകിയിട്ടുള്ളത്. സന്ദർഭോചിതമായി നിർവഹിക്കേണ്ടുന്ന ഒരു ദൗത്യമാണ് ഇതിലൂടെ സംഘാടകർ നിർവഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സതുദ്ദേശത്തെ അംഗീകരിച്ചുകൊണ്ടത് സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ഇന്ത്യ രാജ്യത്തെ ലോകത്തിൻ്റെ മുന്നിൽ തന്നെ ഉയർത്തിപ്പിടിക്കുന്നത് അതിൻ്റെ മഹത്തായ ഭരണഘടനയാണ്. ആ ഭരണഘടനയെ തകർക്കുന്നതിന് വേണ്ടി എളുപ്പത്തിൽ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ ദുഷ്ടശക്തികൾ, ബഹുമാന്യനായ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ, വിഭജിച്ച് നശിപ്പിക്കുക, അതിലൂടെ അധികാരം നിലനിർത്തുക എന്ന ഒരു പുതിയ തന്ത്രവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2015 ഒക്ടോബറിൽ UP-യിൽ മുഹമ്മദ് അഖ്ലാഖ് കൊല്ലപ്പെട്ടത് നമുക്കറിയാം. മാട്ടിറച്ചി വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ആ ദയനീയമായ കൊലപാതകം. രാജസ്ഥാനിലെ അൻവാറിൽ തഹലൂഖാനും ജാർഖണ്ഡിലെ അലീമുദ്ദീനും ഏറ്റവും അവസാനം ഹരിയാനയിൽ ജുനൈദും ഈ ഒരു അജണ്ടയുടെ പേരിൽ മാത്രം അങ്ങാടിയിൽ, റെയിൽവേ സ്റ്റേഷനിൽ മൃഗീയമായി കൊല ചെയ്യപ്പെടുകയും ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യ നാണിക്കേണ്ടി വരികയും ചെയ്തു. ഗുജറാത്തിലെ ഊനയിൽ പശുവിൻ്റെ, മാടിൻ്റെ തൊലിയുരിച്ചു എന്നതിൻ്റെ പേരിൽ ശക്തമായ ക്രൂരമായ അക്രമത്തിന് വിധേയരാവുകയും നഗ്നരായി നടുറോട്ടിലൂടെ നടത്തപ്പെടുകയും ചെയ്തത് ദളിത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഈ രാജ്യത്തെ പൗരന്മാർ തന്നെയായിരുന്നു. ഇവിടെയാണ് അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടതും ഈ അജണ്ടയ്ക്ക് പിന്നിലുള്ളവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും വൈജ്ഞാനിക വിപ്ലവത്തെയാണ്. യഥാർത്ഥത്തിൽ പശുവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്കുള്ളതിനേക്കാൾ എത്രയോ പ്രാധാന്യം ബഹുമാന്യരായ ഹൈന്ദവ സഹോദരങ്ങൾക്കുണ്ട് എന്ന് ബഹുമാന്യരായ ഹൈന്ദവ സഹോദരങ്ങളുടെ വേദഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിലെ 86-ാമത്തെ സൂക്തത്തിൽ ഇന്ദ്രൻ പറയുന്നത് യാഗങ്ങളിൽ വേവിച്ചു വെക്കാനുള്ള 15ഉം 20ഉം കാളകൾ തിന്ന് ഇരുവയറുകളും നിറക്കാറുണ്ടായിരുന്നു എന്നതാണ്. ഇന്ദ്രന്റെ ഇഷ്ടഭക്ഷണം പശുവിറച്ചിയായിരുന്നു എന്ന് പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അശ്വമേധയാഗത്തിൽ 600-ൽ പരം മൃഗങ്ങളെയും പക്ഷികളെയും കുരുതി കൊടുക്കാറുണ്ടായിരുന്നുവെന്നും അതിന്റെ സമാപനമെന്നോണം 21 പശുക്കളെ ബലിയറുക്കണമെന്നും വ്യക്തമായി നമുക്ക് വായിച്ചെടുക്കാം. മാത്രമല്ല, വാൽമീകി രാമായണത്തിൽ അയോധ്യാകാന്ഡം 20, 26, 94 ഭാഗങ്ങളിൽ ശ്രീരാമൻ വനവാസത്തിന് പുറപ്പെടുമ്പോ വനവാസ കാലത്ത് മാംസം ഒഴിവാക്കി പഴങ്ങളും തേനും മറ്റും ഭക്ഷിക്കേണ്ടി വരുമെന്ന് അമ്മയായ കൗസല്യയോട് പറയുന്നതും, വനവാസത്തിനിടെ സീതാദേവി ശ്രീരാമനോട് ഒരു മാനിനെ കൊല്ലാൻ ആവശ്യപ്പെടുന്നതും വ്യക്തമായി രാമായണത്തിൽ നമുക്ക് കാണാൻ കഴിയും. ലോകത്തിന്റെ മുമ്പിൽ ഹൈന്ദവ ധർമ്മത്തിന്റെ പ്രതീകമായി അവതരിപ്പിക്കുന്ന സ്വാമി വിവേകാനന്ദൻ, അദ്ദേഹത്തിന്റെ വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിന്റെ 3-ാം വാള്യത്തിലെ പേജ് 174-ലും 536-ലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നത്, പൗരാണിക കാലങ്ങളിൽ ഉണ്ടായിരുന്ന ആചാരങ്ങൾ അനുസരിച്ച് പശുവിറച്ചി കഴിക്കാത്തവരെ ഉത്തമ ഹിന്ദുക്കളായി കരുതാറുണ്ടായിരുന്നില്ല.
വിശിഷ്ട ദിനങ്ങളിൽ കാളകളെ ബലിയർപ്പിച്ച് വേദങ്ങളുടെ കാലങ്ങളിൽ ഭക്ഷിച്ചിരുന്നു. വീണ്ടും സ്വാമി വിവേകാനന്ദൻ തുടരുന്നു, ബീഫ് കഴിക്കാത്ത ബ്രാഹ്മണനായി തുടരാനും കഴിയുമായിരുന്നില്ല. ഏതാനും സാമ്പിളുകൾ മാത്രം നമ്മുടെ മുമ്പിൽ വെച്ചത് ഇത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നമേ അല്ല. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ച് ഈ വിഷയം രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന് വരുത്തി തീർത്ത് നമ്മെ തമ്മിൽ തല്ലിക്കുവാൻ അജണ്ട ഊട്ടുന്നവരെ തിരിച്ചറിയാൻ ഈ നാട്ടിലെ ഹൈന്ദവർക്കും മുസ്ലിമീങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ഈ ഗോമാംസം വിവാദമാക്കുക വഴി യഥാർത്ഥത്തിൽ ഹൈന്ദവ വികാരത്തെ വ്രണപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇന്ദ്രന്റെ ഇഷ്ടഭക്ഷണം ഇന്ത്യ രാജ്യത്ത് കഴിക്കാൻ പാടില്ലെന്ന് പറയുമ്പോ സ്വാമി വിവേകാനന്ദൻ തന്റെ സാഹിത്യത്തിൽ കൃത്യമായി കുറിച്ചു വച്ചിരിക്കുന്ന ആ പശുവിന്റെ ഇറച്ചി ഈ രാജ്യത്ത് കഴിക്കാൻ പാടില്ലെന്ന് പറയുമ്പോ ഹൈന്ദവ സഹോദരങ്ങളുടെ വികാരത്തെയാണ് വ്രണപ്പെടുത്തുന്നത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നീ നിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കുക, ബലിയറുക്കുകയും ചെയ്യുക. കന്നുകാലികൾ, ആടുകൾ, മാടുകൾ, ഒട്ടകം ഒന്നിച്ചാണ് ഇസ്ലാം എടുത്തു പറഞ്ഞിട്ടുള്ളത്. പശുവിറച്ചി തിന്നാൽ ഇന്ന പുണ്യമുണ്ട് എന്ന് എവിടെയും കാണുക സാധ്യമല്ല. ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾ അറിയുന്നത് ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഇഷ്ടപ്പെടുന്നേയില്ല. അവിടെയാണ് ഡോക്ടർ MGS നാരായണൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാചകങ്ങൾ, ഇപ്പോൾ പുതിയൊരു ഹിന്ദുത്വവാദവുമായി പുറപ്പെട്ട തീവ്രവാദികൾ ഗോമാംസം ഒരു തർക്ക വിഷയമായി വളർത്തിയിരിക്കുന്നു. അപ്പോൾ ഹൈന്ദവരല്ല ഗോമാംസം തർക്ക വിഷയമാക്കിയത്. ഡോക്ടർ MGS നാരായണ ഭാഷയിൽ പറഞ്ഞാൽ നവഹിന്ദുത്വ തീവ്രവാദികൾ. അവർക്ക് ഹൈന്ദവ ധർമ്മവുമായി ബന്ധമില്ല എന്ന് നാം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇനി ഗോമാതാവിനെ ആരാധിക്കണം എന്നൊരാൾ അംഗീകരിക്കുകയും അതിനെ കൊല്ലരുത് എന്നാണെങ്കിൽ ആ വിശ്വാസം വെച്ചു പുലർത്താനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തുണ്ട്. എന്നാൽ അതേ പശുവിനെ അറുത്തു ഭക്ഷിക്കുക എന്ന പുണ്യം എനിക്ക് കിട്ടണം, ഇന്ദ്രന്റെ ചര്യ പിന്തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു, സ്വാമി വിവേകാനന്ദനെ പിന്തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു, വാൽമീകി രാമായണത്തെ പിന്തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതി ഒരു ഹൈന്ദവൻ പശുവിനെ അറുക്കാൻ തയ്യാറായാൽ അവന്റെ സ്വാതന്ത്ര്യവും ഇവിടെയുണ്ട്. അതിനപ്പുറത്ത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ വാങ്ങിയ പശുവിനെ അവന് ബലിയറുത്ത് ഭക്ഷിക്കാം. ഹൈന്ദവർ ഇത് അംഗീകരിക്കുന്ന ഹൈന്ദവർക്ക് അതിനെ അറുത്തു ഭക്ഷിക്കാം. എന്നാൽ ഗോമാതാവിനെ അറുക്കരുത് എന്ന് കരുതി ആ വീട്ടിൽ വളർത്തുന്ന പശുവിനെ ഇവർക്ക് പോയി അറുക്കാൻ പാടില്ല. ഇവന്റെ പശുവിനെ അവർ വന്ന് ആരാധിക്കുകയും വേണ്ട. അഥവാ ഇന്ത്യയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലികാവകാശങ്ങൾ വ്യക്തമായിട്ടുണ്ട്. ഇഷ്ടമുള്ള ആശയം സ്വീകരിക്കാൻ, അത് ആചരിക്കാൻ, അത് പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യത്തിന് നേരെയാണ് ഇവിടെ കത്തിവെച്ചുകൊണ്ടിരിക്കുന്നത്. ബുദ്ധമതത്തിലെ പ്രധാന ധാരകളായ ഹീനയാഗവും മഹായാനവും മാംസാഹാരത്തിനെതിരല്ല, അത് തീവ്രമായി അതിന്റെ ആർത്തിക്കെതിരെ മാത്രമാണ് ബുദ്ധമതം വിരൽ ചൂണ്ടുന്നത്. 2016 ബീഹാറിലെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ ബീഹാറിലെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഗോമാംസം അറുക്കുമ്പോഴുള്ള രക്തത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് വേണ്ടിയിരുന്നത് ഹരിത വിപ്ലവമാണ്, എന്നാൽ ഈ സർക്കാർ നമുക്ക് നൽകിയത് പടലവർണ്ണ വിപ്ലവമാണ് എന്ന് മൻമോഹൻ സിംഗ് ഗവൺമെന്റിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞെങ്കിൽ ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു, ഈ ഭരണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള മാംസത്തിന്റെ കയറ്റുമതി 16% വർദ്ധിച്ചു. അന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് ആത്മാർത്ഥമാണെങ്കിൽ എന്റെ രാജ്യത്ത് നിന്ന് മാട്ടിറച്ചി കയറ്റുമതി ചെയ്യരുത് എന്നായിരുന്നു പ്രധാനമന്ത്രി പറയേണ്ടിയിരുന്നത്. വീട്ടിൽ സൂക്ഷിച്ചതിന്റെ പേരിൽ 1-2 കിലോഗ്രാം മാട്ടിറച്ചി കയ്യിൽ വെച്ചു എന്നതിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യുപിയിലെ സർദാനയിലെ BJP MLA സംഗീത് സോം അൽദുവ ബീഫ് കയറ്റുമതി കമ്പനിയുടെ ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലേക്ക് ഒരു മാർച്ച് നടത്താൻ പാവപ്പെട്ടവരെ കൊല ചെയ്യുന്ന ആളുകൾക്ക് സാധിക്കുമോ? സാധിക്കുകയില്ല. കാരണം
അജണ്ട വേറെയാണ്. കൂട്ടുപങ്കാളിത്തത്തോടുകൂടി നടക്കുന്ന ഇത്തരം വലിയ വലിയ ഫാക്ടറികൾ ഇവരാരും കാണുന്നേയില്ല. ഗോ സംരക്ഷകർ എന്ന് പറയുന്നവർ എന്തുകൊണ്ട് വൻകിട മാട്ടിറച്ചി സംസ്കരണ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നില്ല എന്നൊരു ചോദ്യം രാജ്യസ്നേഹികൾ ഉയർത്തി തുടങ്ങിയാൽ ഈ അജണ്ട പരാജയപ്പെട്ടു പോകും. അവിടെയാണ് സൂചിപ്പിച്ചതുപോലെ ഇത് മുസ്ലിം പ്രശ്നമല്ല, ഇത് ഹൈന്ദവരുടെ പ്രശ്നമല്ല, ഇത് ഇന്ത്യയുടെ പ്രശ്നമാണ്. ഈ സംസ്ഥാനത്ത് 2 യുവജന സംഘടനകൾ, UDF-ലും LDF-ലുമുള്ള 2 യുവജന മുഖ്യധാരാ സംഘടനകൾ ബി-ഫെസ്റ്റ് നടത്തി. ആ ബി-ഫെസ്റ്റ് ഉയർത്തിപ്പിടിച്ചത് വ്യക്തി സ്വാതന്ത്ര്യം, തൊഴിൽ സ്വാതന്ത്ര്യം, ഇഷ്ടഭക്ഷണം കഴിക്കുവാനുള്ള സ്വാതന്ത്ര്യം തുടങ്ങിയ ലക്ഷ്യങ്ങളായിരുന്നു. കേവലം ഒരു മുസ്ലിം പ്രശ്നമാണെങ്കിൽ എന്തിനാണ് ഈ 2 മുഖ്യധാരാ സംഘടനകൾ യൂത്ത് കോൺഗ്രസും DYFI-യും ആ വിഷയത്തിൽ എന്തിനാണ് ഇറങ്ങേണ്ട കാര്യം? മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് മാംസ വ്യാപാര തൊഴിൽ സംരക്ഷണ സമിതി രൂപീകരിക്കപ്പെട്ടു. അതിൽ ദൈവവിശ്വാസികളും ദൈവവിശ്വാസികളല്ലാത്തവരുമുണ്ട്. നിങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് നിരീക്ഷിക്കൂ. പാടുപെട്ട് പണിയെടുത്ത് വളർത്തിക്കൊണ്ടുവന്ന തങ്ങളുടെ കാളകളെ വിൽക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ കരഞ്ഞുകൊണ്ട് ഒരേ നിൽപ്പിൽ 3 ദിവസം കാളച്ചന്തയിൽ നിൽക്കുന്ന പാവങ്ങളെ നമുക്ക് കാണാം. അങ്ങനെ അവയെ അറുക്കരുത് എന്ന് പറയുമ്പോ, വിൽക്കാൻ പാടില്ല എന്ന് പറയുമ്പോ അവയെ പോറ്റാൻ എവിടുന്ന് ഭക്ഷണം കിട്ടും? അങ്ങനെ കൂട്ടമരണത്തിന് പശുക്കൾ, കാളകൾ വിധേയമാകുന്ന സ്ഥിതിയിലേക്ക് ഉത്തരേന്ത്യ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ JNU വിദ്യാർത്ഥി സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശതരൂപ ചക്രവർത്തിയാണ് ജുനൈദിന്റെ കൊലയാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടത്. മാത്രമല്ല, ഡൽഹിയിൽ തന്നെ ജന്തർ മന്ദറിൽ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ വൃന്ദ കാരാട്ടായിരുന്നു സ്ത്രീകളുമായി ബന്ധപ്പെട്ട ധർണ ഉദ്ഘാടനം ചെയ്തത്. ഡൽഹി നിയമസഭയിൽ ബഹുമാന്യനായ അവിടുത്തെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അവിടെ വെച്ച് പ്രഖ്യാപിച്ചു, ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ സംഘിയല്ല. മറ്റു മതാനുയായികളെ കൊന്നൊടുക്കിയിട്ട് വളർത്തേണ്ട ഒരു മതമല്ല ഹിന്ദുമതം എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. ഇവിടെ സഹോദരങ്ങളെ, ഈ ശബ്ദം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ, ഇന്ത്യയൊട്ടുക്കും ഉയരേണ്ടതാണ്. ഇത് ഇന്ത്യയുടെ പ്രശ്നമാണ്, ഇന്ത്യക്കാരുടെ പ്രശ്നമാണ് എന്നത് നമുക്കറിയാം. ഈ കേരളത്തിലും തമ്മിൽ ഭിന്നിപ്പിച്ച് കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമം നടന്നില്ലേ? തിരൂരിൽ ഫൈസൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ താൻ സത്യമാണെന്ന് മനസ്സിലാക്കിയ മതം സ്വീകരിച്ചു. അതിന്റെ ഒറ്റ പേരിൽ നിഷ്ഠൂരമായി ആ സഹോദരനെ കൊന്നൊടുക്കി. അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം മതം സ്വീകരിച്ചു എന്നൊരു ഏറ്റവും വലിയ തെളിവ് അദ്ദേഹത്തിന്റെ കൊലപാതകത്തിന് ശേഷമാണ് സ്വന്തം കുടുംബത്തിൽ നിന്ന് മറ്റൊരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അവർ ചെയ്തത് ഭരണഘടന അനുവദിച്ച കാര്യം മാത്രമാണ്. ഒരാശയം ശരിയാണെന്ന് തോന്നിയാൽ അത് സ്വീകരിക്കാം, അത് മാത്രം. പക്ഷേ ജിഹാദ് ഒറ്റ കാരണത്താൽ, മുസ്ലിങ്ങൾ ജിഹാദ് കയ്യിലെടുത്ത ഒറ്റ കാരണത്താൽ തിരൂരിൽ പകരം കൊലപാതകമുണ്ടായില്ല. കാസർഗോഡ് പള്ളിക്കുള്ളിൽ ഉറങ്ങിക്കിടന്ന സഹോദരനെ വെട്ടിക്കൊന്നു. ദാരുണമായ കൊലപാതകം. ആ കൊലപാതകം നടന്ന ആ കാസർഗോഡ് സഹോദരങ്ങളെ മുസ്ലിങ്ങൾ ജിഹാദ് കയ്യിലെടുത്തു. അതുകൊണ്ട് അവിടെ പ്രതികാരമുണ്ടായില്ല. എന്താണ് കഴുകന്മാർ ആഗ്രഹിച്ചത്? അവർ ആഗ്രഹിച്ചത് ഇങ്ങനെ കൊന്നുകഴിഞ്ഞാൽ പകരം ഒരു പൂജാരിയെ കൊന്നുകിട്ടും, പകരം ഒരു ഹിന്ദുവിനെ കൊന്നുകിട്ടും. അങ്ങനെ കൊന്നുകിട്ടിയാൽ നമ്മുടെ ലക്ഷ്യം സാധിച്ചു. നമുക്ക് വർഗീയ കലാപങ്ങളൊക്കെ ഉണ്ടാക്കി അടുത്ത തെരഞ്ഞെടുപ്പിലൊക്കെ ഉഷാറാക്കാം. ഏമാനൻ പറഞ്ഞ അജണ്ട ഇവിടെ നടപ്പാക്കാം. എന്നാൽ കൊടിഞ്ചി പ്രദേശമടങ്ങുന്ന പോലീസ് സ്റ്റേഷനിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ കൺവെൻഷനിൽ വെച്ച് പ്രഖ്യാപിച്ചു, മുസ്ലിങ്ങളുടെ അപാരമായ പക്വതയെ അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഒരിക്കലും അത് പരാജയത്തോടുകൂടി പിന്നോട്ടല്ല, മറിച്ച് ഈ രാജ്യത്തെ സാധാരണക്കാരായ മുസ്ലിങ്ങളെയും ഹൈന്ദവരെയും തമ്മിലടിപ്പിക്കുവാനുള്ള ഗൂഢ അജണ്ടയെ പൊളിക്കുകയായിരുന്നു ആ ജിഹാദിലൂടെ ചെയ്തത്. എന്നാൽ തിരൂരിലും കാസർഗോഡുമൊക്കെ സമാധാന ഭംഗം ഉണ്ടാകാതിരിക്കാൻ ഒരു സമുദായം സ്വീകരിച്ച നിലപാടിനെ പ്രശംസിക്കേണ്ടതിന് പകരം ഈ കഴിഞ്ഞ കാലയളവിൽ നമ്മുടെ പോലീസ് മേധാവിയായിരുന്ന മുൻ DGP TP സെൻകുമാർ പറയുന്നത് ജിഹാദ് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കലാണ് എന്നാണ്. TP സെൻകുമാർ ഒരു കാര്യത്തിന് മറുപടി പറയണം.
ജിഹാദ് എന്ന് പറഞ്ഞാൽ അമുസ്ലിങ്ങളെ കൊന്നൊടുക്കലാണെങ്കിൽ അതിനുള്ള സുന്ദരമായ അവസരം മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ ന്യായമുള്ള വിഷയം തിരൂരിൽ കൊടിഞ്ഞിയിൽ ഉണ്ടായിരുന്നു, കൊന്നോ പകരം. കാസർഗോഡ് ഉണ്ടായിരുന്നു, കൊന്നോ പകരം. ഇല്ല. എന്തുകൊണ്ട്? ജിഹാദ് കയ്യിലെടുത്തു. ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ട ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന നിലപാട് ഇന്നതാണ് എന്നും പള്ളികളിൽ മദ്രസകളിൽ ജനങ്ങളോട് ഉത്ബോധനം നടത്തി ഒരിക്കലും പ്രതികാരത്തിലേക്ക് പോകരുത്, നമ്മെ തമ്മിൽ തല്ലിക്കലാണ് ഇവരുടെ ലക്ഷ്യമെന്ന് അവരെ പഠിപ്പിക്കുകയായിരുന്നു. ജാഹദ എന്ന പദത്തിൽ നിന്നാണ് ജിഹാദ് വന്നത്. മാതാപിതാക്കളെ പരിചരിക്കുന്നതിനെ കുറിച്ച് മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചത് ജിഹാദ് എന്നാണ്. ഒരു സായുധ സമരത്തിന്റെ ഘട്ടം വന്നപ്പോ അതിന് തയ്യാറായി വന്ന യുവാവിനോട് പ്രവാചകൻ ചോദിച്ചു, നിന്റെ വീട്ടിൽ ആരാണുള്ളത്? അദ്ദേഹം പറഞ്ഞു, പ്രായമായ മാതാപിതാക്കൾ. പ്രവാചകനുടൻ മറുപടി പറഞ്ഞു, എങ്കിൽ നീ നിന്റെ വീട്ടിലേക്ക് പോവുക, അവിടെയാണ് നിന്റെ ജിഹാദ്. ആ വീട്ടിൽ പോയി മാതാപിതാക്കളെ ബോംബെറിയലാണോ, കുത്തിക്കൊല്ലലാണോ? അവിടെ പ്രവാചകൻ പഠിപ്പിച്ച ജിഹാദ് ആ മാതാപിതാക്കളെ പരിചരിക്കുക എന്ന ജിഹാദാണ്. അതുകൊണ്ട് ജിഹാദ് എന്ന് കേൾക്കുമ്പോഴേക്കും ആയുധമെടുത്തുള്ള പോരാട്ടമല്ല, എന്നാൽ ആയുധമെടുത്തുള്ള പോരാട്ടം, യുദ്ധം ജിഹാദിന്റെ പരിധിയിൽ വരും. ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് നിയമപരമായി ഭരണഘടനാപരമായി മതം അംഗീകരിച്ച് ജീവിക്കുവാൻ സ്വാതന്ത്ര്യം നൽകിയ ഒരു രാജ്യത്ത് ഇവിടെ മുസ്ലിമീങ്ങൾ ആയുധമെടുക്കേണ്ടതില്ല. എന്നാൽ ഈ കേരളക്കാർക്ക്, ഇന്ത്യക്കാർക്ക് മാത്രമുള്ളതല്ല ഖുർആൻ. ഫലസ്തീനികൾക്ക് ഇതേ ഖുർആനാണ്, റഷ്യക്കാർക്ക് ഇതേ ഖുർആനാണ്, അമേരിക്കക്കാർക്ക് ഇതേ ഖുർആനാണ്. എല്ലാവർക്കും ഉള്ളതാണ് ഖുർആൻ. കേരളം ഇന്ത്യയിൽപ്പെട്ടതാണ്. കേരളം എന്നാൽ ഇന്ത്യയല്ല. ജിഹാദ് എന്നത് അതിൽ യുദ്ധം പെടും. ജിഹാദ് എന്നാൽ യുദ്ധമല്ല. ഇത് ഒരു പോലീസ് മേധാവിക്ക് പഠിപ്പിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തിന് നാണക്കേടാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ പരാമർശം, ഇവിടെ ലവ് ജിഹാദ് ഉണ്ട്. എങ്ങനെയാ ലവ് ജിഹാദ് ഉണ്ടാവുക? ഒരു പെണ്ണിനെ, അന്യ പെണ്ണിനെ വിവാഹത്തിന് മുമ്പ് സംസാരിക്കുക, പ്രേമിക്കുക, അത് അനിസ്ലാമികമാണ്, അത് ജിഹാദിനെതിരാണ്. അവിടെ പ്രവാചകൻ പഠിപ്പിച്ചത്, നിനക്ക് വിവാഹം കഴിക്കാതെ രക്ഷയില്ല, പക്ഷേ ഇപ്പോൾ അതിന് സൗകര്യമില്ല എങ്കിൽ നിന്റെ വികാരങ്ങളെ അടക്കി നിർത്താൻ നീ നോമ്പ് നോറ്റോ എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. വിവാഹപൂർവ പ്രണയങ്ങൾ അനിസ്ലാമികമാണ്. സെൻകുമാർ ലവ് ജിഹാദ് എന്ന് ഇതിന്റെ പേരിൽ പറയുമ്പോ ഇരുന്ന സ്ഥാനത്തിന് കളങ്കമായി പോയി എന്ന് താങ്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇവിടുത്തെ കോടതി പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല. കോടതി ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞത് എടുത്തുയർത്തിക്കൊണ്ടുവരാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അതും ഒരു പോലീസ് മേധാവി മുന്നോട്ട് വരുന്നു. മുസ്ലിങ്ങളിൽ നല്ലവരുമുണ്ട്. എന്നർത്ഥം എന്താ? കള്ളുകുടിയന്മാരിൽ നല്ലവരുമുണ്ട് എന്ന മറ്റൊരു പര്യായ പദമല്ലേ? നിങ്ങൾ ഇരുന്ന സ്ഥാനത്തിന്റെ പേരിൽ ഈ സംസ്ഥാനം ലജ്ജിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. സ്വന്തം അഡ്വക്കേറ്റ് തള്ളിപ്പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചു പോയല്ലോ. അദ്ദേഹം പറയുകയാണ്, ഈ സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനുണ്ടായില്ല, ഈ അജണ്ട പിന്നിൽ വെച്ച് നടക്കുന്ന ആളുകളല്ലാതെ. അദ്ദേഹം പിന്നീട് പറയുന്നു, RSSനെയും ISനെയും ചേർത്തു പറയാൻ പറ്റില്ല. എന്താണ് അദ്ദേഹത്തിന്റെ സൂചന? RSS എന്ന് പറഞ്ഞാൽ നാഷണൽ സ്പിരിറ്റിന് അനുകൂലമാണ്. അതുകൊണ്ട് RSSന്റെ തീവ്രവാദത്തെ അങ്ങനെ പറയാൻ സാധ്യമല്ല. നമുക്ക് ചോദിക്കുവാനുണ്ട്. ONV കുറുപ്പ് 1991 ഫെബ്രുവരി 10 കലാകൗമുദിയിൽ ഒരു കുറിപ്പെഴുതി. അദ്ദേഹം പറയുകയാണ്, ഗാന്ധിജി വധിക്കപ്പെടുന്നതിന്റെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ തൈക്കാട് മൈതാനത്തിന്റെ സമീപത്ത് കൂടി നടക്കുമ്പോ അവിടെ ഗോൾവാൾക്കർ സംസാരിക്കുന്നു. ഗാന്ധിജിയെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് ആ പ്രസംഗം നാഷണൽ സ്പിരിറ്റിന് അനുകൂലമാണോ പ്രതികൂലമാണോ? ONV കുറുപ്പ് വീണ്ടും തുടരുന്നു. ഗാന്ധി വധത്തിന് ശേഷം അതേ തൈക്കാട് മൈതാനിയുടെ സമീപത്ത് കൂടി ഞാൻ പോയി. അപ്പോൾ ഗാന്ധി വധത്തിന്റെ പേരിൽ, ഗാന്ധിജി കൊല്ലപ്പെട്ടതിന്റെ പേരിൽ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നു. സെൻകുമാർ പറയണം, ഗാന്ധിജിയെ കൊന്നത് നാഷണൽ സ്പിരിറ്റിന് അനുകൂലമാണോ പ്രതികൂലമാണോ? ഗാന്ധിജി വെടിയേറ്റ് മരിക്കുമ്പോ ഗാന്ധിജി പറഞ്ഞത് രാം 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 എന്നാണ്.
അഥവാ രാമഭക്തരെയാണ് ഗോഡ്സെ വെടിവെച്ചു കൊന്നത്. ഹിന്ദു മതത്തോട് സ്നേഹമുണ്ടെങ്കിൽ ഒരു രാമഭക്തനെ വെടിവെച്ചു കൊല്ലുമോ? അതുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവർക്കെതിരാണ്, രാമഭക്തർക്കെതിരാണ്, രാമഭക്തവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും എതിരാണ് എന്ന് ചേർത്ത് വായിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്നാൽ IS എന്ന് പറഞ്ഞാൽ എന്താ? ഈ കരുനാഗപ്പള്ളി അടക്കം കേരളത്തിന്റെ തെരുവീതികൾ അതിന് എല്ലാ അർത്ഥത്തിലും വേദികളായിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിലെ തീവ്രവാദപരമായ സമീപനങ്ങളെ എതിർക്കാൻ മറ്റാർക്കും ഞങ്ങൾ അവസരം കൊടുക്കാതില്ല. ആദ്യം ഞങ്ങൾ തന്നെ പറയും, 2015 ഹജ്ജിൽ 40 ലക്ഷം ഹാജിമാർ ഒത്തുചേർന്ന അറഫ പ്രസംഗത്തിൽ സൗദി ഗ്രാൻഡ് മുഫ്തി ആലു ഷൈഖ് പറഞ്ഞു, IS-നെതിരെ ഓരോ മുസ്ലിമും തങ്ങളാലാകുന്നത് ചെയ്യണം. 2 ഹറമുകളിൽ നിന്നും IS-എതിരെ പ്രസംഗം വന്നു. 2014 കൈരളി ചാനൽ ഒരു വാർത്ത പുറപ്പെടുവിച്ചു. എഡ്വേർഡ് സ്നോഡൻ എന്ന് പറയുന്ന മുൻ അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ 1 വർഷക്കാലത്തെ പരിശീലനം അബൂബക്കർ ബാഗ്ദാദി എന്ന IS നേതാവിന് കിട്ടിയിട്ടുണ്ട്. അത് സത്യപ്പെടുത്തുന്നതാണ്. ഒരു ഓലപ്പടക്കമെങ്കിലും ഇതുവരെ IS ഇസ്രായേലിലേക്ക് എറിഞ്ഞോ? ഇല്ലല്ലോ. സിറിയയിൽ നിന്നും ചെറിയ ദൂരം മാത്രമേ ഇസ്രായേലിലേക്കുള്ളൂ. അതുകൊണ്ട് IS ഇസ്ലാമിനെതിരാണ്. ഗ്രാൻഡ് മുഫ്തി അടക്കം പറഞ്ഞതുപോലെ ആധുനിക ഖവാരിജികളാണ്. പ്രവാചകന്റെ ഭാഷയിൽ നരകത്തിലെ പട്ടികളാണ് IS എന്ന് പ്രവാചകാധ്യാപനം ഉന്നയിച്ച പറഞ്ഞത്. ഇങ്ങനെ വ്യക്തമാക്കിയിട്ട് പോലും ഈ തെരുവീതികളിൽ ആലു ഷൈഖിന്റെ പ്രസംഗം ഇവിടെ ഒട്ടിച്ചിട്ട് പോലും സെൻകുമാർ അത് മുസ്ലിങ്ങളുമായി ചേർത്ത് വെക്കുന്നു. IS കൊന്നൊടുക്കിയ മനുഷ്യരിൽ 92% മുസ്ലിങ്ങളാ. തുർക്കിയും സൗദി അറേബ്യ അടക്കം അവരുമായി യുദ്ധത്തിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉന്നത സ്ഥാനത്തിരുന്ന ആൾ പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഇത് ഗുജറാത്ത് അല്ല, ഇത് കേരളമാണ്. പ്രബുദ്ധമായ കേരളക്കാർ കാര്യങ്ങളെ മനസ്സിലാക്കാൻ മാത്രം അവർക്ക് വിവേകശക്തിയുണ്ട്. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, നാം ചേർത്ത് വായിക്കണം, ഇതേ IS മദീനയിൽ ചാവേറായി. ഒരു യഥാർത്ഥ മുസ്ലിം മദീനയിൽ ചാവേറാകുമോ? മദീനയിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ മുസ്ലിമീങ്ങൾ. പിന്നീട് അദ്ദേഹത്തിന്റെ വിഷമം എന്താ? മുസ്ലിം ജനസംഖ്യ വളർന്നുകൊണ്ടേയിരിക്കുന്നു. അതിന് നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ധരം ജാഗരൺ സമിതി പുറത്തുവിട്ട കള്ളക്കണക്കാണ് ഇദ്ദേഹവും പറഞ്ഞത്. അന്ന് അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. സാമുദായികമായ ചില പ്രത്യേകതകളുണ്ട്. 21 വയസ്സ് കഴിഞ്ഞാൽ ഒരു മുസ്ലിം വ്യഭിചരിച്ചു പോകരുത്, കണ്ണ് തെറ്റിപ്പോകരുത്. അതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കട്ടെ എന്ന് കരുതി 21-ാം വയസ്സിലും 22-ാം വയസ്സിലും ഒരു മുസ്ലിം യുവാവ് വിവാഹം കഴിക്കാം. എന്നാൽ ജാതകത്തിന്റെയും മറ്റും പേരിൽ ഒരു അമുസ്ലിം യുവാവ് ശരാശരി 30 വയസ്സാകണം വിവാഹാന്വേഷണം തുടങ്ങാൻ തന്നെ. അപ്പൊ സ്വാഭാവികമായും 21-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചവൻ സ്വന്തം സഹോദരൻ 30-ാം വയസ്സിൽ കല്യാണം കഴിക്കുമ്പോ മകളെ കെട്ടിക്കാനായിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവർ ഉന്നതമായ പഠനത്തിലെത്തിയിരിക്കും. ഇങ്ങനെയുള്ള ചില പ്രത്യേകതകൾ മുസ്ലിം സമുദായത്തിലുണ്ട്. മുസ്ലിങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ്. മുസ്ലിങ്ങളുടെ ജനസംഖ്യ വർദ്ധിക്കുന്നു, സമം ഇന്ത്യയുടെ ജനസംഖ്യ വർദ്ധിക്കുന്നു. അങ്ങനെ കാണാൻ സാധിക്കാത്ത ഒരാൾ എങ്ങനെ ഒരു പോലീസ് മേധാവിയുടെ സീറ്റിലിരിക്കും? ജനങ്ങളെ രണ്ടായി കാണുന്ന ഒരു വൃത്തികെട്ട മനസ്സുമായിട്ടായിരുന്നില്ലേ അദ്ദേഹം ഉണ്ടായിരുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, വൈജ്ഞാനിക വിപ്ലവമാണ് നമുക്ക് ആവശ്യം. TP സെൻകുമാർ അടക്കമുള്ള ആളുകൾ ജാലിയൻ വാലാബാഗ് സന്ദർശിക്കണം. ജാലിയൻ വാലാബാഗിന്റെ പുറത്ത് വലിയൊരു ഫലകമുണ്ട്. ആ ഫലകത്തിൽ ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ടയേറ്റ് പെടഞ്ഞു വീണ് മരിച്ച ഹൈന്ദവ, മുസ്ലിം, സിഖ് അടക്കമുള്ള വിവിധ മതസ്ഥരായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ലിസ്റ്റ് ജാലിയൻ വാലാബാഗിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതെ, നമ്മുടെ സ്വാതന്ത്ര്യം എല്ലാവരും കൂടി ഒന്നിച്ച് നേടിയെടുത്തതാണ്. ആ സ്വാതന്ത്ര്യം ഇവിടെ നിലനിർത്താനും രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും. പിന്നെ അദ്ദേഹം പറയുന്നത് അവനവന്റേത് മാത്രമാണ് ശരി എന്ന് പറയലാണ് പ്രശ്നം. അവനവന്റേത് മാത്രമാണ് ശരി എന്ന് പറയലാണ് പ്രശ്നം. അത് പ്രശ്നമല്ല. ഒരു യഥാർത്ഥ മുസ്ലിം വിശ്വസിക്കുന്നു ഇസ്ലാം മാത്രമാണ് ശരി. ഒരു യഥാർത്ഥ ക്രൈസ്തവൻ വിശ്വസിക്കുന്നു ക്രിസ്തുമതം മാത്രമാണ് ശരി.
ഒരു യഥാർത്ഥ ഹൈന്ദവൻ വിശ്വസിക്കുന്നു ഹൈന്ദവ മതം മാത്രമാണ് ശരി. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വസിക്കുന്നു കമ്മ്യൂണിസമാണ് ശരി. ഒരു പ്രശ്നവുമില്ല. പിന്നെ എന്താ പ്രശ്നം? കമ്മ്യൂണിസം അല്ലാത്ത ഒന്നും ഇവിടെ നിലനിൽക്കരുത്, മുസ്ലിങ്ങളല്ലാത്ത ആരും ഇവിടെ നിലനിൽക്കരുത്, ക്രിസ്ത്യാനിസം മാത്രമേ ഇവിടെ നിലനിൽക്കാൻ പാടുള്ളൂ. അതാണ് തീവ്രത. അവനവന്റേത് മാത്രമാണ് ശരിയെന്ന് പറയാം, അതിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുകയും ചെയ്യാം, അത് കുഴപ്പമില്ല. അത് ഇന്ത്യയുടെ ഭരണഘടന ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയി നമുക്ക് അംഗീകരിച്ചെന്ന കാര്യമാണ്. നിലവിളക്ക് കൊളുത്തുന്ന ഗാന്ധിജിയും ജീവിതത്തിൽ ഒരിക്കൽ പോലും നിലവിളക്ക് കൊളുത്താത്ത മൗലാന അബുൽ കലാം ആസാദും ഒന്നിച്ചു നിന്നു. ഒരൊറ്റ ഇന്ത്യ, രണ്ട് മതം, രണ്ട് സംസ്കാരം. AICCയുടെ ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റായ 35ാമത്തെ വയസ്സിൽ പ്രസിഡന്റായ മക്കയിൽ ജനിച്ച ഇന്ത്യയിൽ 1ാമത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ഖുർആൻ പരിഭാഷകൻ, ബഹുഭാഷാ പണ്ഡിതൻ മൗലാന അബുൽ കലാം ആസാദ് ഗാന്ധിജിയും തോളോട് തോൾ ചേർന്നു നിന്നു. രണ്ടാശയം, രണ്ട് വിശ്വാസം, പക്ഷേ നമ്മൾ ഇന്ത്യക്കാർ. അതാണ് നമ്മളെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വം. ആ മതേതരത്വമാണ് ഇവിടെ നിലനിൽക്കേണ്ടത്. യോഗയുമായി ബന്ധപ്പെട്ട വാർഷികത്തിൽ നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ യോഗ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു സംസ്കൃത ശ്ലോകം, അവർ ആ ചടങ്ങ് ബഹിഷ്കരിച്ച് സെക്രട്ടേറിയറ്റിൽ പോയിരുന്നു. എന്താ, ശൈലജ ടീച്ചർ മതം നടത്തിയോ, വർഗീയവാദം കാണിച്ചോ? ഇല്ല. ശൈലജ ടീച്ചറുടെ കമ്മ്യൂണിസം എന്ന ആദർശത്തോട് ആ സംസ്കൃത ശ്ലോകം യോജിക്കുന്നില്ല. കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റാ, അതുകൊണ്ട് മതവിശ്വാസം എനിക്ക് പറ്റില്ല. ശൈലജ ടീച്ചറുടെ നിലപാടിൽ ഒരു കുഴപ്പവുമില്ല. CH മുഹമ്മദ് കോയ ഗവൺമെന്റ് ചടങ്ങിൽ നിലവിളക്ക് കൊളുത്തിയില്ല. EMS പറഞ്ഞു ഞാനും CHും രണ്ട് ധാരയാ, പക്ഷേ CH ചെയ്തതാണ് ശരി. കാരണം മതചടങ്ങ് എന്തിനാണ് ഗവൺമെന്റ് വേദിയിലേക്ക് കയറ്റിക്കൊണ്ടുവരുന്നത്? ഇതാ നമ്മുടെ സംസ്കാരം. അഥവാ അവരവർക്ക് സത്യമാണെന്ന് മനസ്സിലാകുന്നത് ഉറച്ചു വിശ്വസിക്കുന്നതോടൊപ്പം പരസ്പരം ആദരിച്ചും ബഹുമാനിച്ചും മുന്നോട്ട് പോവുക എന്നത്, ആ സ്വാതന്ത്ര്യത്തിലൂടെ നാം നേടിയെടുത്ത ആ സ്വാതന്ത്ര്യം ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. അതിന് ഓരോ വ്യക്തിയും അവരവരുടെ മേൽ ബാധ്യതപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. ആ ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ സന്ദർഭത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്ന്, ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും മതനിരപേക്ഷ നിലപാടും ഇവിടെ നിലനിൽക്കണം. മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകള് മതേതരത്വം ശരിയല്ല, ജനാധിപത്യം ശരിയല്ല എന്ന് ഒറ്റപ്പെട്ട ശബ്ദമുണ്ടായപ്പോ മൗലാന അബുൽ കലാം ആസാദിന്റെ നേതൃത്വത്തിൽ അഖിലേന്ത്യയിൽ തന്നെ ആ ഒറ്റപ്പെട്ട ശബ്ദത്തെ മാറ്റി നിർത്തി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒന്നിച്ചു മുന്നോട്ട് പോയി. എന്താ കാരണം? ഏത് ജനാധിപത്യമാ, ഏത് മതേതരത്വമാ അംഗീകരിക്കേണ്ടത്? അതേ ഭരണഘടനയിലുണ്ട് പാർലമെന്റിന് തൊടാൻ സാധിക്കാത്ത നിയമം. എന്താണത്? മൗലികാവകാശങ്ങൾ. മുസ്ലിമിന് അവന്റെ ആരാധനകൾ, അവന്റെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഒരു പാർലമെന്റിനും ഇത് തീരുമാനിക്കാൻ പറ്റില്ല. അത് തീരുമാനിച്ചു കഴിഞ്ഞു. മൗലികാവകാശങ്ങൾക്കെതിരായി പാർലമെന്റിലെ മുഴുവൻ അംഗങ്ങളും വോട്ട് ചെയ്താലും സുപ്രീം കോടതി പറയും റിജക്റ്റഡ്. കാരണം പാർലമെന്റിനെ വിഭാവന ചെയ്ത അതേ ഭരണഘടനാ ശില്പികളാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് വിഭാവന ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നാം അംഗീകരിക്കേണ്ട ജനാധിപത്യം മത നിരാസ മതേതരത്വമല്ല, അതേ മതാധിഷ്ഠിത മതേതരത്വവുമല്ല. മറിച്ച് ഈ രാജ്യത്ത് എല്ലാവർക്കും അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അംഗീകരിച്ചുകൊണ്ട് തന്നെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാവുക. അരാഷ്ട്രീയവാദം അപകടമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അഖിലേന്ത്യാ തലത്തിലും കേരളത്തിലും മുൻഗാമികളായ പണ്ഡിതന്മാർ, ആലി മുസ്ലിയാരെ പോലെയുള്ള, വക്കം മൗലവിയെ പോലെയുള്ള, KM മൗലവിയെ പോലെയുള്ള, സീതി സാഹിബിനെ പോലെയുള്ള, അലീമിയാനെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ ഇസ്ലാമിക അധ്യാപനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഈ രാജ്യത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളുടെ കിടപ്പാടങ്ങളിൽ നിന്നും നിങ്ങളെ പുറത്താക്കാത്തവരുമായി നിങ്ങൾ നീതിപൂർവം സഹകരിക്കുക, അവരോട് നിങ്ങൾ നന്മ ചെയ്യുക. മറ്റു മതക്കാരോട് നീതിപൂർവം സഹകരിക്കാൻ ഖുർആൻ പഠിപ്പിക്കുന്നു.
അവരോട് നന്മ ചെയ്യാൻ ഖുർആൻ പഠിപ്പിക്കുന്നു. പ്രവാചകൻ മദീനയിലെത്തിയപ്പോ മദീനയിൽ ഇസ്ലാമിന്റെ ആശയ ശത്രുക്കളിൽ ഒന്നാം സ്ഥാനത്താണ് ജൂതന്മാർ. ആ ജൂതന്മാരുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ ഒരു കരാറുണ്ടാക്കി. എന്താണ് കരാർ? നിങ്ങൾ ജൂതന്മാർ, ഞങ്ങൾ മുസ്ലിമീങ്ങൾ, നമ്മൾ യോജിക്കില്ല, പക്ഷേ നമ്മൾ മദീനക്കാരാണ്. മദീനയെ പുറത്തു നിന്ന് ആരെങ്കിലും ആക്രമിച്ചാൽ ജൂതന്മാർ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ വേറിട്ട് നിൽക്കില്ല, ഒന്നിച്ചു നിന്ന് മദീനയുടെ ശത്രുക്കളെ നേരിടും. അതാണ് ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തെ കോളനിയാക്കി വെച്ചപ്പോ വിശ്വാസപരമായി ഒരിക്കലും യോജിക്കാത്ത ഹൈന്ദവരും മുസ്ലിങ്ങളും സിഖുകാരടക്കം ഒന്നിച്ചു നിന്നു. ഞങ്ങൾ ഇന്ത്യക്കാർ മുസ്ലിമീങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ ഇറങ്ങിയപ്പോ നിയ്യത്ത് രണ്ടായിരുന്നു. ഒന്ന്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുക. അതിലപ്പുറം ഒരു നിയ്യത്ത്, ഈ നല്ല പ്രവർത്തനത്തിൽ പങ്കെടുത്താൽ പരലോകത്ത് കൂലി കിട്ടും. ബ്രിട്ടീഷുകാരന്റെ വെടിയുണ്ടയേറ്റ് പടഞ്ഞു വീണാൽ ഷഹീദിന്റെ കൂലി കിട്ടും. ഇങ്ങനെ ആഹ്വാനം ചെയ്തതിന്റെ പേരിൽ എത്ര ആളുകളാണ് പീഡിപ്പിക്കപ്പെട്ടത്. മാധവമേനോന്റെ വീട്ടിൽ KM മൗലവി ഒളിച്ച് താമസിക്കുകയാണ്. കാരണം അറസ്റ്റ് വാറണ്ട് വന്നിരിക്കുന്നു. എങ്ങനെയോ ബ്രിട്ടീഷുകാർ മണത്തറിഞ്ഞു KM മൗലവി അവിടെയുണ്ട്. ആ സന്ദർഭത്തിൽ നീണ്ട താടിയുള്ള നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്ന ദിക്റും ദുആയും ഖുർആൻ പാരായണവും സുന്നത്ത് നോമ്പുമായി പോകുന്ന KM മൗലവി, ആ KM മൗലവി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷുകാർ വന്നപ്പോ മാധവമേനോന്റെ വീട്ടുകാർ തടിച്ചുകൂടി അയൽവാസികൾ പറഞ്ഞു, ഞങ്ങളെ ശവത്തിന്റെ മുകളിൽ ചവിട്ടിയിട്ടല്ലാതെ ഇദ്ദേഹത്തെ തൊടാൻ അനുവദിക്കില്ല. ഇതാണ് ഈ രാജ്യത്തുള്ള ഹൈന്ദവ മുസ്ലിം ബന്ധം. ഈ ബന്ധം തകർക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്നാണ് ഈ ജനകീയ സദസ്സ് ഇവിടെ പ്രഖ്യാപിക്കേണ്ടത്. ഞങ്ങളെ തമ്മിൽ തല്ലിച്ച്, ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ തല്ലിച്ച് ആ ചോരയിലൂടെ ഇവിടെ അധികാരം നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കേരളത്തിൽ വരുന്ന ഈ മഹാശബ്ദം ഡൽഹിയിൽ എത്തിക്കാൻ, ഇന്ത്യ മൊത്തം എത്തിക്കാൻ അന്ന് ശരീഅത്ത് പ്രശ്ന കാലഘട്ടത്തിൽ കേരളത്തിലെ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഒന്നിച്ചു നിൽക്കുക. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത. അതെ, വ്യത്യസ്ത സംസ്കാരങ്ങൾ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോവുക. അതുകൊണ്ട് അരാഷ്ട്രീയവാദം ഉപേക്ഷിക്കുകയും രാജ്യനിർമ്മാണ പ്രക്രിയകളിൽ അഹ്ലുസുന്നയുടെ നിലപാടനുസരിച്ച് മുൻഗാമികൾ പറഞ്ഞു തന്ന അതേ നിലപാടുമായി മുന്നോട്ട് പോവുക. രണ്ടാമതുള്ള പരിഹാരം, വിശിഷ്യ മുസ്ലിം സഹോദരങ്ങളെ പ്രത്യേകം ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, ഞാൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. എൻ്റെ ഒരു സഹപ്രവർത്തകൻ എന്നോടൊരു കാര്യം പറഞ്ഞു, നിങ്ങളൊരു കാര്യം സംസാരിക്കാനുണ്ട്. അദ്ദേഹത്തിന് സംസാരം പുറത്തു വരുന്നില്ല. അവസാനം അദ്ദേഹം പറഞ്ഞു, നാലു ഇങ്ങനെ വലിയ താടിയൊക്കെ വേണോ? അല്ല, നിങ്ങൾ താടി വെച്ചോളി, എന്തിനാ അത്ര വലിയ താടി? ഞാൻ പറഞ്ഞു, ഇത്രേ പ്രശ്നമുള്ളൂ. ശരി, ഞാൻ സന്തോഷത്തോട് മറുപടി പറഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അപ്പൊ ഒരു കൊടും ഭീകരവാദിയായിരിക്കും അല്ലേ? ശ്രീ രവിശങ്കർ, രവീന്ദ്രനാഥ ടാഗോർ അല്ലേ? അങ്ങനെ ലിസ്റ്റ് എണ്ണിയപ്പോ അദ്ദേഹം പറഞ്ഞു, അത് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരു മുസ്ലിം താടി വെക്കുമ്പോൾ മാത്രം അത് തീവ്രവാദം. അതെങ്ങനെയാ സഹോദരങ്ങളെ? ഒരു മുസ്ലിം താടി വെക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരേ ഒരു കാരണം, മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് താടിയുണ്ടായിരുന്നു. വേറൊരു കാരണവുമില്ല. ആ കാരണം മാത്രമേ അതിനുള്ളൂ. അതുകൊണ്ട് അടയാളങ്ങളെപ്പോലും തീവ്രവാദവുമായി ബന്ധപ്പെടുത്തുകയാണ് നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ. സഹോദരങ്ങളെ, ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിനെ സത്യസന്ധമായി പരിചയപ്പെടുത്തണം. കണ്ണൂർ സ്റ്റേഡിയം കോർണറിലും പിന്നീട് സെൻകുമാറിന്റെ സംസാരത്തിലും വന്ന ഒരു മഹാബദ്ധം എന്താ? ഖുർആനിൽ പറയുന്നുണ്ട്, അമുസ്ലിമീങ്ങളെ കണ്ടേടത്ത് വെച്ച് കൊല്ലണം. വിശുദ്ധ ഖുർആൻ 8-ാം അധ്യായം സൂറത്ത് അൻഫാൽ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആർക്കും ഖുർആൻ പരിഭാഷ വാങ്ങാം. അതിൽ നിങ്ങൾക്ക് ആ പരാമർശങ്ങൾ കാണാം, പഠിക്കാം, മനസ്സിലാക്കാം. ഏതാ സാഹചര്യം? ബദർ യുദ്ധം. 300-ൽ പരം മാത്രം വരുന്ന ഒട്ടിയ വയറും മുറിഞ്ഞ വാളുമായി മഹാന്മാരായ ബദരീങ്ങൾ, അവരോടൊപ്പം അല്ലാഹു നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. മറുഭാഗത്ത് 3 ഇരട്ടിയോളം വരുന്ന സൈന്യം. ഈ ബദരീങ്ങളോട് പടച്ചോൻ പറയാണ്, ആ കച്ചവട സംഘത്തിന്റെ ലാഭം മുഴുവനും ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെ പ്രയോഗിക്കാൻ അവരെ മദീനയിലേക്ക് വരാൻ അനുവദിക്കരുത്. നിങ്ങൾ അങ്ങോട്ട് പോയി പ്രതിരോധിക്കണം. അങ്ങനെയാണ് ബദർ യുദ്ധം ഉണ്ടാകുന്നത്. ആ ബദർ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ സ്വീകരിക്കേണ്ട നിലപാടെന്താ? യുദ്ധമുഖത്ത് വെച്ച് ശത്രുവിനെ കണ്ടാൽ
അവരുടെ കഴുത്തിന് മീതെ നീ വെട്ടണം. ഖുർആനിലുണ്ട്. എപ്പോഴാണത്? യുദ്ധമുഖത്ത് വെച്ച് ശത്രുവിനെ കണ്ടാൽ കണ്ടയിടത്ത് വെച്ച് കൊല്ലണം. ഇവിടെ യുദ്ധമുഖം ഒഴിവാക്കിയാലോ? ഞാൻ പറയാ, ഭഗവത്ഗീതയുടെ ഇതിവൃത്തം തന്നെ യുദ്ധമാ. അതുകൊണ്ട് ഹിന്ദുക്കളൊക്കെ ഭീകരവാദികളാന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാകും? ബൈബിളിൽ യുദ്ധ നിയമങ്ങളുണ്ട്. ആ യുദ്ധ നിയമം എടുത്തിട്ട് ബൈബിള് ഈ ജോർജ് ബുഷ് ഇത്രയും വലിയ തീവ്രവാദിയാകാൻ കാരണം ബൈബിളാണെന്ന് പറഞ്ഞാൽ, വിശുദ്ധ ഖുർആനിൽ യുദ്ധമുഖത്ത് വെച്ച് ചൈനയുടെ പട്ടാളക്കാരനുമായി പാകിസ്ഥാൻ പട്ടാളക്കാരനുമായി യുദ്ധമുഖത്ത് വെച്ച് ഏറ്റുമുട്ടേണ്ടി വന്നാൽ യുദ്ധമുഖത്ത് വെച്ച് പാകിസ്ഥാൻ പട്ടാളക്കാരന്റെ കഴുത്തിന് മീതെ വെട്ടണം. അതാണ് യുദ്ധ നിയമം. ആ യുദ്ധരംഗം ഒഴിവാക്കിയിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഇസ്ലാമിനെ സത്യസന്ധമായി പരിചയപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അടുത്ത പരിഹാരം, മുസ്ലിങ്ങളായി ജീവിക്കണം. ലോകത്തിന്റെ സൃഷ്ടാവിന്റെ സഹായം ലഭിക്കണമെങ്കിൽ യോഗ്യത നേടണം. പടച്ചവന്റെ സഹായം ലഭിക്കുവാനുള്ള യോഗ്യത നേടണം. അതിന് വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും പഠിക്കണം, പകർത്തണം. അതോടൊപ്പം തന്നെ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തച്ചുടച്ച കർസേവകൻ പിന്നീട് മുസ്ലിമായി. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം പത്രക്കാർ പെട്ടിക്കോളത്തിൽ കൊടുത്തു: നിങ്ങൾ എന്തുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നില്ല? അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് വേണ്ട ജിഹാദ്, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ, വിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾ ഏറ്റവും വലിയ ജിഹാദ് നടത്തുക. ഖുർആൻ എടുത്ത് കുത്തലാണോ? ഖുർആൻ എടുത്ത് എറിയലാണോ? അല്ല. വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ ഇവിടെ തടിച്ചുകൂടിയ മാലോകരെ, വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ല. കാരണം വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ഹുദൽ ലിന്നാസ്, മാനവർക്കുള്ള മാർഗദർശനം. പ്രവാചകനെ കുറിച്ച് പറയുന്നു, കാഫത്തൻ ലിന്നാസ്, മുഴുവൻ ജനങ്ങളിലേക്കുമുള്ള പ്രവാചകൻ. അതുകൊണ്ട് എല്ലാവരും ഖുർആൻ പഠിക്കാൻ, മനസ്സിലാക്കാൻ എത്രയെത്ര ലൈബ്രറി പുസ്തകങ്ങൾ, പത്രങ്ങൾ, അതേപോലെ തന്നെ ഐച്ഛപ്പതിപ്പുകൾ നമ്മൾ വായിക്കുന്നു. കൂട്ടത്തിൽ വിശുദ്ധ ഖുർആൻ ഒന്ന് പഠിക്കാൻ, മനസ്സിലാക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറാകേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭീതിയുടെ കാര്യമില്ല. കാരണം ഈ വിഷയത്തെ മതേതര ശക്തികളാണ് ഏറ്റെടുത്തത്. മുസ്ലിം പ്രശ്നമാക്കാൻ അനുവദിക്കില്ല എന്ന് മനീഷ് സിസോദിയ പ്രഖ്യാപിച്ചപ്പോ സംസ്ഥാനത്തുടനീളം, രാജ്യത്തുടനീളം അതെ ഒറ്റക്കെട്ടാണ് ഞങ്ങൾ എന്ന് വലിയൊരു സന്ദേശമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. 33% വോട്ട് മാത്രമാണ് ഇപ്പോൾ ഭരിക്കുന്നവർക്കുള്ളത്. 67% പുറത്തുണ്ട്. ആ 67-നെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമത്തെയാണ് നാം തകർക്കേണ്ടത്. പാർലമെന്റിനെ ആക്രമിച്ചുകൊണ്ടല്ല, പാർലമെന്റിന്റെ ഉള്ളിൽ കയറി കാര്യം പറഞ്ഞുകൊണ്ടാണ് നാം കാര്യങ്ങൾ നേടിയെടുക്കേണ്ടത്. ശരീഅത്ത് പ്രശ്നത്തിൽ രാജ്യത്തിന്റെ ദൗത്യം കേരളം ഏറ്റെടുത്തു. മുസ്ലിം സ്ത്രീയുടെ ജീവനാംശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്നതിന് വിരുദ്ധമായ ഒരു നിയമം മുസ്ലിങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞ് ഭരണഘടനയിൽ എഴുതി ചേർക്കുന്ന ശ്രമമുണ്ടായപ്പോ ആ പാർലമെന്റിൽ വെച്ച് ആ വിഷയം മരണപ്പെട്ടു പോയ GM വനാത്തുവാല ഏറ്റവും നല്ലൊരു പാർലമെന്റിനായിരുന്നു. അദ്ദേഹം വിഷയം അവതരിപ്പിച്ചു. അത് കേട്ട അന്നത്തെ യുവ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പറഞ്ഞു, വനാത്തുവാല സാഹബ്, നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. ആ ബില്ല് ഇന്ത്യ ഏറ്റെടുത്തിരിക്കുന്നു. കോൺഗ്രസ് MP-മാർക്ക് മുഴുവൻ വിപ്പ് നൽകി. പാർലമെന്റ് ചരിത്രത്തിൽ 6 മണിക്കൂർ സ്പെഷ്യൽ സിറ്റിംഗ് നടത്തി ഖുർആനിന് അനുകൂലമായി ബില്ല് പാസാക്കി. അതെ, പാർലമെന്റിന്റെ ഉള്ളിൽ കയറി കാര്യം പറയുക, ഇതാണ് നേരെയുള്ള നിലപാട്, നേർക്ക് നേരെയുള്ള നിലപാട്. അതുകൊണ്ട് ജനാധിപത്യ മതേതരത്വ സംവിധാനത്തെ ശക്തിപ്പെടുത്തണം. ചിലപ്പോഴെങ്കിലും ജുഡീഷ്യറിയിൽ നിന്നും പോലീസ് വകുപ്പുകളിൽ നിന്നും വിഷമകരമായ അവസ്ഥകൾ ഉണ്ടായേക്കാം. ചില കേസുകളിലൊക്കെ നമ്മൾ അങ്ങനെ കാണുന്നു. ശരി, എങ്കിൽ അവിടെ എന്താ ചെയ്യേണ്ടത്? ഇതിനൊക്കെ തകർക്കലാണോ? അല്ല. ഈ ദുഷ്വാർത്തകൾ കേൾക്കുമ്പോൾ തന്നെ ഡൽഹിയിൽ നമ്മൾ കേൾക്കുന്നു, ബാബരി മസ്ജിദ് തകർക്കുന്നതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി വരേണ്ട ആ അദ്വാനി അടക്കം കോടതി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭരണത്തിലും ജുഡീഷ്യറി ക്ഷാവരപ്പിച്ചുകൊണ്ട് ഗൂഢാലോചന കേസിൽ ഇന്ന് സെൻകുമാറിനെതിരെ ജാമ്യമില്ലാ കേസാണ് എടുത്തത്. അതെ, പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഒറ്റക്കല്ല,
ദളിതർ ഒറ്റക്കല്ല, ഹൈന്ദവർ ഒറ്റക്കല്ല. ഇവിടെയുള്ള നിഷ്പക്ഷരായ ഹൈന്ദവ സമൂഹത്തെ എങ്ങനെയെങ്കിലും വർഗീയവൽക്കരിച്ച് തന്റെ അയൽക്കാരനായ മുസ്ലിം എനിക്കെതിരാണ്, ഒരു മുസ്ലിമിന് എന്റെ അയൽക്കാരനായ ഹൈന്ദവൻ എനിക്കെതിരാണ് എന്ന് തോന്നിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്നും നാം പിന്നോട്ട് പോകേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഈ ഇന്ത്യ രാജ്യം ഹിന്ദുവിൻ്റെതല്ല, ഇന്ത്യ മുസ്ലിമിൻ്റെതല്ല, ഇന്ത്യ ക്രൈസ്തവന്റേതല്ല, ഇന്ത്യ ഇന്ത്യക്കാരൻ്റെതാണ്. ഇന്ത്യക്കാരന്റെ ഇന്ത്യ ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി പോരാടണം. ഈ ശബ്ദം, ഈ ജനകീയ സദസ്സ് കൊല്ലം ജില്ല ഏറ്റെടുക്കണം, സംസ്ഥാനം ഏറ്റെടുക്കണം, രാജ്യം ഏറ്റെടുക്കണം. നമ്മുടെ ബഹുമാന്യനായ MP ഉദ്ഘാടനം ചെയ്ത ഈ പരിപാടിയുടെ നല്ല സന്ദേശങ്ങൾ നാട്ടിലുടനീളം നമുക്ക് പരത്തേണ്ടതുണ്ട്. സെൻകുമാറിന്റെ ഒറ്റപ്പെടൽ അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. അദ്ദേഹത്തിനെതിരെ മറ്റൊരു DGP വളരെ കൃത്യമായി അലക്സാണ്ടർ ജേക്കബ് രംഗത്ത് വന്നു, മലപ്പുറത്തെ മുൻ SP രംഗത്ത് വന്നു, എല്ലാവരും രംഗത്ത് വന്നു, മാധ്യമ പ്രവർത്തകർ രംഗത്ത് വന്നു. അതുകൊണ്ട് നമ്മളാകെ ഭീതിയിൽ കഴിയേണ്ടവരാണ് എന്ന് ചിന്തിപ്പിക്കലാണ് ദുഷ്ടശക്തികളുടെ ലക്ഷ്യം. ഒരിക്കലും നിന്നുകൊടുക്കരുത്. ജനാധിപത്യം മുസ്ലിങ്ങളും ദളിതരും അവരും ഇന്ത്യക്കാരുടേതാണ്, ഇന്ത്യക്കാരുടേതാണ് ഇന്ത്യ എന്ന ബോധം വളർത്തി അതിശക്തമായി മുന്നോട്ട് പോകാൻ, നമ്മെ ഭിന്നിപ്പിക്കുന്നവരെ ഒറ്റപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സൂചിപ്പിച്ചതുപോലെ അങ്ങ് ഫലസ്തീൻ, ആ ഫലസ്തീനികളെ പുറത്താക്കിയിട്ട് ഇസ്രായേൽ എന്ന രാഷ്ട്രം സ്ഥാപിക്കുമ്പോ ലോക ഭൂപടത്തിൽ മുമ്പ് ഇസ്രായേലില്ല. ഒറ്റപ്പെട്ടു പോയ ജൂതന്മാർക്ക് അറബ് സഹോദരങ്ങൾ അഭയം കൊടുത്തു. ആ അഭയം കൊടുത്തവരെ പുറത്താക്കിയിട്ട് ഓനെ തീവ്രവാദി എന്ന് വിളിച്ചു. അതാ ഇസ്രായേൽ ചെയ്തത്. എന്ത്? ഫലസ്തീനുകാരെ അഭയം കൊടുത്തതാ. ആ ഫലസ്തീനികളെ പുറത്താക്കിയിട്ട് നീ തീവ്രവാദിയാണ് എന്ന് വിളിച്ചു. അവിടെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയത്. വലിയ ലക്ഷ്യങ്ങളുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ മാർക്കറ്റ് ഇസ്രായേലിന് തുറന്നു കൊടുക്കുക എന്ന അജണ്ട മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ രാജ്യക്കാർക്കുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഉയർന്നു നിൽക്കുക, ഈ ദൗത്യം നമ്മൾ ഏറ്റെടുക്കുക. എനിക്ക് പ്രസംഗിക്കാനും നിങ്ങൾക്ക് കേൾക്കാനും കഴിയും. പക്ഷേ നമ്മുടെ മഹല്ലുകളിൽ, വാർഡുകളിൽ, പ്രാവർത്തിക തലങ്ങളിൽ ഈ ഒരു ശബ്ദം ഉയരേണ്ടതുണ്ട്. നമ്മുടെ മുൻഗാമികൾ പടുത്തുയർത്തിയ ഇന്ത്യയെ അങ്ങനെ തന്നെ നിലനിർത്താനുള്ള ഒരു മഹായജ്ഞമാണിത്. ദീർഘിപ്പിക്കുന്നില്ല. അല്പം സമയം തുടങ്ങാൻ വൈകിയത് കൊണ്ട് എനിക്ക് അനുവദിച്ച സമയത്തിൽ നിന്നും 10 മിനിറ്റ് കുറച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ അവസരം ഒരുക്കി തന്ന മുസ്ലിം കോർഡിനേഷൻ സമിതിക്കും ഇതിന്റെ എല്ലാ സംഘാടകർക്കും, അതിലുപരി എന്റെ പ്രിയപ്പെട്ട ഈ നാട്ടുകാരോടുമുള്ള എല്ലാ കടപ്പാടുകളും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ദൗത്യ നിർവഹണ മാർഗത്തിൽ മുന്നോട്ട് നീങ്ങുക. സമാധാനപരമായ ഒരു മനസ്സിന്റെ ഉടമയാകണമെങ്കിൽ ലോകത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ച് അറിയണം, മരിച്ചു പോകണമെന്ന ചിന്തയുണ്ടാകണം. മുൻഗാമികളായ നമ്മുടെ പലരും ഇപ്പോൾ ഖബറിലേക്കാണ്. ആ ഖബറിലേക്ക് ഞാനും നിങ്ങളും എത്തേണ്ടി വരും എന്ന ബോധത്തിൽ നിന്നാണ് നന്മയിലേക്കുള്ള മുന്നേറ്റം ഉണ്ടാകുക. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.